സൂറത്ത് തൗബയിലെ 75-76 ആയത്തുകളാണ് മുഖദ്ദിമയിൽ ഓതി വെച്ചത്. ഞങ്ങൾക്ക് ഫള് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്തുകൊണ്ട് സൽക്കർമ്മികളാവുകയും ചെയ്തു കൊള്ളാം എന്ന് അള്ളാഹുവിനോട് വാഗ്ദാനം ചെയ്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അനുഗ്രഹിച്ച് സമ്പന്നമാക്കിയപ്പോഴോ അവര് ലുബ്ധരാവുകയും അള്ളാഹുവോട് പറഞ്ഞ വാഗ്ദാനം ലംഘിക്കുകയും അവഗണിച്ച് പിന്മാറിക്കളയുകയും ചെയ്യും. റമദാനിലെ നമ്മുടെ പ്രധാന പ്രാർത്ഥനകളിൽ ഒന്നാണ് മേൽ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചത്. പടച്ചോനെ, ഞങ്ങൾ വലിയ പ്രയാസത്തിലാണ്, ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചൊരിയണമേ, സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കണമേ. ഞങ്ങൾക്ക് സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്ത് സമ്പത്തിൻ്റെ മേലുള്ള അവകാശങ്ങളൊക്കെ പൂർത്തീകരിച്ചു കൊള്ളാം. അല്ലേ? അങ്ങനെ തന്നെയല്ലേ? നമ്മളിൽ ആരെങ്കിലും അങ്ങനെ പ്രാർത്ഥിക്കാത്തവരുണ്ടോ? ഈ കൂട്ടത്തിൽ എല്ലാവരും പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. റമദാൻ മാസം എന്ന് പറയുന്നത് വിശുദ്ധന്മാരെ സൃഷ്ടിക്കുകയാണ്. അതുവഴി തഖ്വയുള്ളവരാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ആദർശ വിശുദ്ധി, നമ്മുടെ ധാർമ്മിക വിശുദ്ധി, നമ്മുടെ സാമ്പത്തിക വിശുദ്ധി, അള്ളാഹുവുമായി കൂടുതൽ അടുക്കാൻ, അവന്റെ സാമീപ്യം നേടാൻ, അള്ളാഹു മാത്രമാണ് എൻ്റെ പ്രാർത്ഥനകൾ കേൾക്കുന്നത്, എൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു തരുന്നത്, എൻ്റെ പാപങ്ങൾ പുറത്തു തരുന്നത്, എൻ്റെ ജീവിതത്തിൻ്റെ ശരിതെറ്റുകളുടെ നിലപാട് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ആദർശവാക്യത്തിൽ കേന്ദ്രീകരിച്ചുകൊണ്ടാണ്. ഇത് എൻ്റെ ജീവിത നിലപാടാണ്. എന്നിലെ സ്വാർത്ഥത്തെ മാറ്റിക്കൊണ്ട് അള്ളാഹുവിനോടുള്ള തൃപ്തി നേടാൻ വേണ്ടി എന്നിൽ ഒരു പോരാളിയെ തന്നെ സൃഷ്ടിക്കാൻ എൻ്റെ ആദർശബോധം കാരണമായി. ബദർ നമുക്ക് സമാനമായി മുന്നിലുണ്ട്. ഈ ഒരു ബോധമാണ് ആദർശ വിശുദ്ധി എന്ന് പറയുന്നത്. എന്നിലെ ചെറിയ ചെറിയ മ്ലേച്ഛമായ കാര്യങ്ങൾ, എൻ്റെ നോട്ടങ്ങൾ, എൻ്റെ കേൾവികൾ, എൻ്റെ സംസാരങ്ങൾ, എൻ്റെ ചെയ്തികൾ എല്ലാം തന്നെ പാപങ്ങൾ സംഭവിക്കാൻ സാധ്യതയുള്ളിടത്ത് നിന്ന് ഞാൻ പൂർണ്ണമായി ശുദ്ധി വരുത്തുകയുണ്ടായി. എൻ്റെ ഹൃദയത്തെ മലിനമുക്തമാക്കി വിശുദ്ധമാക്കിയേക്കും. ഞാൻ കൂടുതൽ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള പകയും വിദ്വേഷവും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞാൻ കൂടുതൽ വിശുദ്ധനാകാൻ ഞാൻ കഴിഞ്ഞിട്ടുണ്ട്. ഉദാരതയുടെ കൊടുങ്കാറ്റ് സൃഷ്ടിച്ചുകൊണ്ട്, ദാനധർമ്മങ്ങൾ സദഖകൾ നിർവഹിച്ചുകൊണ്ട്, സക്കാത്ത് നൽകിക്കൊണ്ട് എൻ്റെ സമ്പത്തിനെ എനിക്ക് ശുദ്ധീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഈ റമദാനിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമ്മളൊന്ന് പുനഃപരിശോധന നടത്തണം. ജീവിതത്തെ നമുക്ക് വിശുദ്ധമാക്കാൻ, ജീവിതത്തെ ഞാൻ അഭിമുഖീകരിക്കുന്നിടത്ത് എൻ്റെ ആദർശ നിലപാടിൽ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന്, ധാർമ്മികമായി അപജയം സംഭവിക്കുന്നിടത്ത് ഇനി മുതൽ ഞാൻ പൂർണ്ണമായി ആ വിശുദ്ധി കാത്തു സൂക്ഷിക്കുമെന്ന്, പലപ്പോഴും തെറ്റിപ്പോകുന്ന നമ്മുടെ സാമ്പത്തിക രംഗം കൂടുതൽ സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യുമെന്ന് ഉറപ്പുവരുത്താൻ ഇനിയുള്ള നാളുകളിൽ നമുക്ക് കഴിയണം. അള്ളാഹു അതിന് നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സന്തുലിത ജീവിതക്രമമാണ്. നമ്മളെടുത്ത് അതിൻ്റെ ഓരോ ശാസനകളും ഓരോ നിർദ്ദേശങ്ങളും അതിൻ്റെ ഓരോ
സംഗതികൾ എല്ലാം തന്നെ എടുത്ത് പരിശോധിച്ച് നോക്കി, കൽപ്പനകൾ എല്ലാം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ബോധ്യപ്പെടും. ഈ ഭൗതിക ആസക്തിയുടെയും സുഖഭോഗങ്ങളുടെയും പുറകെ ഇങ്ങനെ പാഞ്ഞുകൊണ്ട് അത് എല്ലാം ഇങ്ങനെ വാരിപ്പുണരണമെന്നോ, നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള ഈ ഭൗതികമായ സുഖസൗകര്യങ്ങളെയൊക്കെ വേണ്ടാന്ന് വെച്ചുകൊണ്ട് പൂർണ്ണമായി ഒരു വിരക്തിയിലൂടെ ജീവിക്കണമെന്നോ അല്ല ഇസ്ലാം നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നാളത്തെ പാരത്രിക നേട്ടം പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള എല്ലാം ഇങ്ങനെ വേണ്ടാന്ന്, ഇഹലോകത്തെ എല്ലാ വിഭവങ്ങളും വെടിയുക, അതല്ലെങ്കിൽ പാരത്രിക ലോകത്തെ വെടിഞ്ഞുകൊണ്ട് ഇഹലോകത്തിൽ മാത്രം ഇങ്ങനെ കെട്ടിപ്പണഞ്ഞുകൊണ്ട് കിടക്കുക. ഇതിന് രണ്ടിനും മധ്യേ ഒരു സന്തുലിതമായ ജീവിതക്രമമാണ് ഇസ്ലാം അനുവദിച്ചിട്ടുള്ളത്. നമ്മൾ കൈകാര്യം ചെയ്യുന്ന സാമ്പത്തിക രംഗം ഈ ഒരു അടിസ്ഥാനത്തിലാണ് വിശുദ്ധ ഖുർആൻ കൈകാര്യം ചെയ്യുന്നത് നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. സമ്പത്ത് എന്ന് പറയുന്നത് നമുക്ക് നാശമോ, അത് നമുക്ക് ശാപമോ, അത് നമുക്ക് വലിയ പാപമോ തിന്മയോ ആയിട്ടല്ല ഇസ്ലാം കാണുന്നത്. നേരെ മറിച്ച് ഭൗതിക ജീവിതത്തിന്റെ പുരോഗതിക്കും നമ്മുടെ നിലനിൽപ്പിനും വേണ്ടി അല്ലാഹു ഏർപ്പാടാക്കി തന്നിട്ടുള്ള വലിയ അനുഗ്രഹമായിട്ടാണ്. ആ അനുഗ്രഹമില്ലാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്നാണ് ഇസ്ലാം നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ആ സമ്പത്തിനോടുള്ള സമീപനത്തിലാണ് നമ്മുടെ ഭാഗ്യ നിർഭാഗ്യ സൗഭാഗ്യങ്ങൾ കുടികൊള്ളുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇന്ന ലികുല്ലി ഉമ്മത്തിൻ ഫിത്നതൻ വഫിത്നതു ഉമ്മത്തി അൽമാൽ. എല്ലാ സമുദായത്തിലും ഓരോ പരീക്ഷണമുണ്ട്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഈ ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം സമ്പത്താണ് നമ്മുടെ പരീക്ഷണം എന്ന് പറയുന്നത്. നമ്മുടെ ഈമാനിനെ, ധാർമ്മിക മൂല്യങ്ങളെയൊക്കെ പലപ്പോഴും ഈ സമ്പത്ത് നശിപ്പിച്ചു കളയാറുണ്ട്. അള്ളാഹുമായിട്ടുള്ള ബന്ധങ്ങളെ മാത്രമല്ല, ഒരുപക്ഷെ മാനുഷികമായ ബന്ധങ്ങളെ തന്നെ അറുത്തു മാറ്റാൻ നമ്മുടെ സമ്പത്ത് കാരണമായി മാറാറുണ്ട്. ഇവിടെ നിങ്ങളുടെ മുമ്പിൽ മുഖത്തിമയിൽ ഓതി വെച്ച സൂക്തം അത്തരമൊരു പശ്ചാത്തലത്തിൽ ഒരുപക്ഷെ നമ്മളൊക്കെ അത്തരത്തിലുള്ള പല സന്ദർഭങ്ങളിലൂടെയും ജീവിത സന്ദർഭങ്ങളിലൂടെയും കടന്നു പോകുന്നു എന്ന നിലക്ക് നമുക്ക് വലിയൊരു ഗുണപാഠം, വലിയൊരു ജീവിത സന്ദേശം സൂറത്ത് തൗബയിലെ ഈ 75 മുതൽ 77 വരെ ആയത്തുകൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. സഅലത്ത് ബിൻ ഹാത്തിബ് എന്ന ഒരു സഹാബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം നമസ്കാരങ്ങൾക്കും ജമാഅത്തുകൾക്കൊക്കെ വളരെ സജീവമായിട്ട് എപ്പോഴും പള്ളിയിലുണ്ടാവും. ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയിലെ മാടപ്രാവ് എന്നാണ്. എന്ന് പറഞ്ഞാൽ പ്രാവുകളൊക്കെ പള്ളിയിൽ എപ്പോഴും ഇങ്ങനെ പള്ളിയിൽ നിന്ന് വിട്ടുപോകാതെ നിൽക്കുന്നത് മാതിരി ഇദ്ദേഹത്തിന്റെ വലിയ ഒരു ശ്രേഷ്ഠ ഗുണമായിരുന്നു പള്ളിയുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സാമീപ്യം. മാറ്റി കൊടുക്കാനായിട്ട് ഒരു വസ്ത്രം പോലും ഇല്ലാത്ത പരമദരിദ്രനായിരുന്നു അദ്ദേഹം. എന്നിട്ടും സ്ഥിരോത്സാഹിയായിക്കൊണ്ട് അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നതിനുള്ള ശുഷ്കാന്തി. അദ്ദേഹം ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, അങ്ങ് എനിക്ക് സമ്പത്ത് ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, സഅലബേ, കൂടുതൽ സമ്പത്ത്, ധനമുണ്ടായിട്ട് നന്ദി കെട്ടവനായി മാറുന്നതിനേക്കാൾ നല്ലത് ഈ ഉള്ള ഇതൊക്കെ വെച്ചിട്ട്, വിഭവങ്ങളൊക്കെ വെച്ചിട്ട് അള്ളാഹുവിനെ കൂടുതൽ സ്മരിച്ച് ഇപ്പൊ തന്നെ ചെയ്യുന്നൊക്കെ മാതിരില്ലേ ഹമാമത്തുൽ മസ്ജിദ്. എന്തൊരു ശ്രേഷ്ഠമായ പദ്ധതിയാണ്. ഇങ്ങനെ കഴിഞ്ഞാൽ പോരെ? റസൂലെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് 2 പ്രാവശ്യം ആവശ്യപ്പെട്ടു, റസൂലെ, എനിക്ക് സമ്പത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. റസൂൽ നിരുത്സാഹപ്പെടുത്തി. 3-മതും പറഞ്ഞു, റസൂലെ, എനിക്ക് സമ്പത്ത് ഉണ്ടാവുകയാണെങ്കിൽ
ഞാൻ ഒരുപാട് ദാനധർമ്മങ്ങൾ ചെയ്യും, സമ്പത്തുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അവകാശങ്ങളും ബാധ്യതകളും ഞാൻ കൊടുത്തു തീർക്കും. അതുകൊണ്ട് പ്രാർത്ഥിക്കുക റസൂൽ. ഓ ശരി. അല്ലാഹുവിന്റെ റസൂൽ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഫലിച്ചു. കുറേശ്ശെ സഅലബിന് സമ്പത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് സമ്പത്ത് വർദ്ധിക്കാൻ തുടങ്ങി. ആ കാലഘട്ടത്തിലെ സമ്പത്ത് എന്ന് പറയുന്നത് കാലി സമ്പത്താണല്ലോ. കുറച്ചാടുകൾ വന്നു, ആടുമാടുകൾ, കന്നുകാലികൾ, അതിങ്ങനെ പെരുകി വന്നു. പലപ്പോഴും ഹമാമത്തുൽ മസ്ജിദ് എന്നിടത്ത് നിന്ന് പള്ളിയിലെ ഒരൊറ്റ വഖത്ത് ജമാഅത്തുകൾ മുടങ്ങാത്ത അദ്ദേഹം സമ്പത്ത് ഇങ്ങനെ വർദ്ധിച്ച് വന്നപ്പോൾ ഇടക്കിടക്കൊക്കെ ജമാഅത്തിൽ മുടങ്ങാൻ തുടങ്ങി. പുഴുക്കളെ പോലെ ആടുമാടുകൾ പെരുകിയെന്നാണ്. അപ്പൊ എന്തോരം സമ്പത്ത് റസൂലിന്റെ ഒരു പ്രാർത്ഥന കൊണ്ട് വർദ്ധിച്ചിട്ടുണ്ടാകും. തിരക്ക് മുഖേന ജുമുഅത്ത് മാത്രം ചുരുങ്ങി, ബാക്കി ജമാഅത്തുകളിൽ ഒന്നും മൂപ്പര് വന്നില്ല. സമ്പത്ത് പിന്നെയും വർദ്ധിച്ചു. ക്രമേണ ജുമുഅക്കും വരാൻ പറ്റാതെയായി. റസൂൽ അന്വേഷിച്ചു, സഅലബ് എവിടെ? അദ്ദേഹം കുറച്ചപ്പുറത്ത് സൗകര്യമുള്ള ഒരു ഇടം തേടി അദ്ദേഹത്തിന്റെ കാലി സമ്പത്തും ഒക്കെ നോക്കി വളർത്തി പോറ്റി പരിപാലിക്കാനുള്ള പുതിയൊരു മേച്ചിൽപ്പുറം തേടിയിട്ട് അദ്ദേഹം ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് സക്കാത്ത് നിർബന്ധമാകുന്നത്. സക്കാത്ത് നിർബന്ധമാകിയ ഒരു കത്തും കൊടുത്തിട്ട് റസൂൽ സഹാബിയുടെ അടുത്തേക്ക് ഒരു സഹാബിയുടെ കൈവശം ഒരു കത്തും കൊടുത്തിട്ട് സഅലബിന്റെ അടുത്തേക്ക് അയച്ചു. കത്ത് നോക്കിയിട്ട് സഅലബ് പറഞ്ഞു, ഇത് എന്ത് സക്കാത്തോ? ഇതുവരെ എനിക്കിങ്ങനെ കേട്ടുപരിചയമുള്ള ഒരു ഏർപ്പാടല്ലല്ലോ. ശരി, നമ്മളൊക്കെ പറയാറില്ലേ, പിരിവരൊക്കെ വരുമ്പോ ഞാനൊന്ന് ആലോചിക്കട്ടെ, ഒന്ന് പഠിക്കട്ടെ. ശരി, പിന്നീട് വായോ, നിങ്ങൾ പിന്നെ വായോ, ഞാനപ്പ സൗകര്യം ഞാൻ നോക്കട്ടെ. ഇയാളെ ഇങ്ങനെ പറഞ്ഞ് വിട്ടു. സഹാബിമാർ റസൂലിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞു. റസൂൽ പറഞ്ഞു, കഷ്ടകാലം, സഅലബിന്റെ കഷ്ടകാലം, അദ്ദേഹത്തിന് നാശം പറ്റി. ഈ ഒരു സന്ദർഭത്തിലാണ് ഞാൻ മുഖദ്ദിമയിൽ ഓതി വെച്ച ഈ സൂറത്ത് ഓതുന്നത്. അല്ലാഹുവിന്റെ ഫള് ഞങ്ങൾക്ക് ലഭിക്കുകയാണ് എങ്കിൽ വമിൻഹും മൻ ആഹദല്ലാഹ ലഇൻ ആതാനാ മിൻ ഫളിഹി ലനസദ്ദഖന്ന വലനകൂനന്ന മിനസ് സാലിഹീൻ. ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞവരുണ്ടല്ലോ, ഞങ്ങൾക്ക് സമ്പത്ത് വർദ്ധിക്കുകയാണെങ്കിൽ ഞങ്ങൾ ദാനധർമ്മങ്ങളും സദഖകളൊക്കെ ചെയ്തുകൊണ്ട് കൂടുതൽ സ്വാലിഹീങ്ങളാകാമെന്ന് അല്ലാഹുവിനോട് വാഗ്ദാനം ചെയ്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്ക് സമ്പത്ത് ലഭിച്ചപ്പോൾ അവർ വിശുദ്ധന്മാർ, ലുബ്ധന്മാരായി മാറി. അവർ അള്ളാഹുവിന്റെ വാഗ്ദാനത്തെ അവഗണിക്കുകയാണ് ചെയ്തത്. ഈ ആയത്ത് ഇങ്ങനെ ഇറങ്ങിയ വിവരം എങ്ങനെയോ സഅലബ് പറഞ്ഞു. സഅലബ് വേഗം പേടിച്ചിട്ട് ആ സക്കാത്ത് മുതലുമായിട്ട് റസൂലിന്റെ അടുത്തേക്ക് വന്നു. റസൂൽ പറഞ്ഞു, വേണ്ട, സഅലബിന്റെ സമ്പത്ത് അല്ലാഹു തടഞ്ഞിട്ടുണ്ട്, റസൂൽ വാങ്ങിയില്ല. അദ്ദേഹം ഇതിൽ വെപ്രാളം കൊണ്ടിട്ട് നിലത്ത് കിടന്ന് ഉരുണ്ടു മറിഞ്ഞുകൊണ്ടാണ് റസൂലെ എന്റെ സക്കാത്ത് വാങ്ങൂ. റസൂൽ പറഞ്ഞു, വാങ്ങുകയില്ല, അല്ലാഹു തടഞ്ഞിട്ടുണ്ട്. റസൂൽ വഫാത്തായി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെയും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും കാലത്ത് ഇതേ സക്കാത്തിന്റെ മുതലുമായി സഅലബ് വന്നു. അല്ലാഹുവിന്റെ റസൂൽ വാങ്ങാത്ത സക്കാത്ത് ഞങ്ങൾ വാങ്ങുകയില്ല. ഉമറും അബൂബക്കറും റളിയല്ലാഹു അൻഹും അവരും ആ സക്കാത്ത് വാങ്ങിയില്ല. അവസാനം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് അദ്ദേഹത്തിന്റെ സമ്പത്ത് അദ്ദേഹത്തിന് ഉപകാരപ്പെടാതെ അദ്ദേഹം മരണപ്പെട്ടു പോയി എന്നാണ് ചരിത്രം.
നമ്മളൊക്കെ പ്രാർത്ഥിച്ചിട്ടില്ലേ പലതും? നമുക്കൊരു ലഹരി പോലെയായി മാറിയിരിക്കുകയാണ് സമ്പത്ത് എന്ന് പറഞ്ഞു. ഇന്നലിൽ മാലിൽ ലറാവത്തുൻ കലറാവത്തിൽ ഹം. മദ്യത്തിന്റെ ലഹരി പോലെ ഒരു ലഹരിയായി നമ്മൾക്കും സമ്പത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ലഹരി പോലെ, ഒരു ഹാലിളക്കം പോലെ, ഒരു ഉന്മാദ അവസ്ഥയിലാണ് നമ്മളൊക്കെ ഇപ്പോൾ സമ്പത്ത് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രാർത്ഥിച്ചു നേടിയ സമ്പത്ത്, അള്ളാഹുവിന്റെ ഔദാര്യമായ സമ്പത്ത്. എന്താ നമ്മുടെ നിലപാട്? നമ്മൾ ആത്മപരിശോധന നടത്തണം. ഈ ഖുർആനായത്തിന്റെ വമിൻഹും മൻ ആഹദല്ലാഹ്, അല്ലാഹുവോട് വാഗ്ദാനം ചെയ്തവർ, വഹും മുഅ്രിദൂൻ, അവർ അവഗണിക്കുന്നവരായി മാറുവാൻ പാടില്ല. സമ്പത്തിന്റെ ശുദ്ധീകരണം എന്ന് പറയുന്നത് നമ്മുടെ ഉന്മാദ അവസ്ഥയെ, നമ്മുടെ ആർത്തിയെ കടിഞ്ഞാണിടാനുള്ള മാർഗമാണ്. ഈ റമദാൻ അതിനുള്ള അവസരമായിരുന്നു. നമ്മൾ സക്കാത്തിനെ ശുദ്ധീകരിച്ചിട്ടുണ്ടോ? സക്കാത്ത് നൽകാതെ കണ്ട് ബാക്കി മുഴുവൻ കർമ്മങ്ങളും, നോമ്പ് നന്നായി നമ്മൾ നോറ്റു, നന്നായിട്ട് ഖിയാമുൽ ലൈലും തഹജ്ജുദും തറാവീഹും അതെല്ലാം മറ്റു ഫർളുകളും നമ്മൾ നമസ്കരിച്ചു. പക്ഷെ നമ്മൾ മുസ്ലിമായി മാറുമോ? നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, പഠിച്ചു നോക്കൂ. എത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ വർത്തമാനം നമ്മോട് പറയുന്നതെന്നോ? മുസ്ലിം സമുദായത്തെ നോക്കി ഷഹാദത്ത് കൽമ ചൊല്ലി ഇസ്ലാമിന്റെ അനുഷ്ഠാനങ്ങൾ നിർബന്ധമാക്കപ്പെട്ട മുസ്ലിം സമുദായത്തോട് വിശുദ്ധ ഖുർആനിന്റെ വർത്തമാനത്തിന്റെ ഗൗരവം, വൈലുൽ ലിൽ മുശ്രികീന അല്ലദീന ലാ യുഅ്തൂന സകാത വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കുകൾക്ക് നാശം. ആരാണ് മുശ്രിക്? അല്ലദീന ലാ യുഅ്തൂന സകാത, സകാത്ത് നൽകാത്തവൻ മുശ്രിക്കാണ്. തൗഹീദിന്റെ സാമ്പത്തിക വശം നമ്മൾ കൈകാര്യം ചെയ്യുന്ന, അല്ല നമ്മൾ അടിയുറച്ചു നിൽക്കുന്ന തൗഹീദ് ഉണ്ടല്ലോ, നമ്മുടെ അഖീദ. നമ്മൾ വലിയ മുവഹ്ഹിദുകളാണല്ലോ, ഏകദൈവ വിശ്വാസികളാണല്ലോ. ആ വിശ്വാസം കൈകാര്യം ചെയ്യുന്നവരുടെ സാമ്പത്തിക നിലപാട് വൈലുൻ വവൈലുൻ, നാശം ലിൽ മുശ്രിക്കീൻ. സമ്പത്ത് കൈകാര്യം ചെയ്യുന്നവിടത്ത് ശിർക്ക് കലർത്തിയവർ, ശിർക്ക് ചെയ്തവർ, മുശ്രിക്കുകൾ. ആരാധനാനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല, നമസ്കാരത്തിൽ മാത്രമല്ല, അല്ലാഹു ഏകനാണ് എന്ന് പ്രഖ്യാപിക്കുന്നിടത്ത് മാത്രമല്ല, നിങ്ങളുടെ സമ്പത്ത് കൈകാര്യം ചെയ്തിടത്ത് നിങ്ങൾക്ക് തൗഹീദിൽ നിന്ന് നിങ്ങൾ വ്യതിചലിച്ചു പോയിട്ടുണ്ടോ? അവിടെ നമ്മുടെ ജീവിതത്തിൽ ശിർക്ക് കലർന്നിട്ടുണ്ടോ? വവൈലുൻ ലിൽ മുശ്രിക്കീൻ അല്ലദീന ലാ യുഅ്തൂന സകാത അല്ല വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. അവർ കാഫിറുകൾ കൂടിയാണ്. മുശ്രിക്ക് മാത്രമല്ല, അവർ പരലോകത്തെ നിഷേധിച്ചു കളഞ്ഞ പരലോക ബോധമുള്ളവൻ. നാളെ ഞാൻ ഇന്ന് സമ്പാദിച്ചതിനെ കുറിച്ച്, ഞാൻ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നതിനെ കുറിച്ച്, ഞാൻ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് നാളെ അള്ളാഹുവിനോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഉത്തരവാദിത്ത ബോധമുള്ള, ഒരു പരലോക ബോധമുള്ള വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ലാത്ത, നിർഗുണം പാടില്ലാത്ത ഒരു ഗുണം, അവൻ കാഫിറായി മാറും. ആ ഒരു ഗുണം അവൻ നേടിയിട്ടില്ല എങ്കിൽ അവൻ കാഫിറായിട്ട് മാറും. വഹും ബിൽ ആഖിറതി ഹും കാഫിറൂൻ. എത്ര ഗൗരവത്തിലാണ് വിശുദ്ധ ഖുർആൻ ഈ വർത്തമാനം പറഞ്ഞു വെക്കുന്നത്. സൂറത്തുൽ തൗബയിലെ ആ മുഖദ്ദിമയിലെ 75, 77 ആയത്ത് കഴിഞ്ഞിട്ട് 78ാമത്തെ ആയത്തിലേക്ക് പറയുന്ന വർത്തമാനം എന്താണെന്ന് അറിയോ നിങ്ങൾക്ക്? വഅൽഖബഹും നിഫാഖൻ ഫീ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിൽ കാപട്യമുള്ളത് കൊണ്ടാണ്, മുനാഫിഖാണ് എന്ന്. ഒരു സാമ്പത്തിക വിശുദ്ധി വരുത്താത്ത ഒരാളെ സംബന്ധിച്ച് അല്ലാഹുവിന്റെ വർത്തമാനം, അവൻ മുശ്രിക്കാണ്, അവൻ കാഫിറാണ്,
അവൻ മുനാഫിഖ്. ഇവനെങ്ങനെ മുസ്ലിമാകും? ഇത് കൈകാര്യം ചെയ്യപ്പെടുന്നിടത്ത് അബദ്ധം സംഭവിക്കുന്ന നമുക്കെങ്ങനെ ഇസ്ലാമിന്റെ ആ മൗലികത, അന അവ്വലു മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ ഒന്നാമനാണ് എന്ന് നമുക്കെങ്ങനെ അവകാശപ്പെടാൻ പറ്റും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഇന്നല്ലാഹ ഫറള അലൽ അഗ്നിയാഇൽ മുസ്ലിമീന ഫി അംവാലിഹിം, ധനികരായ മുസ്ലിങ്ങളുടെ മേൽ അല്ലാഹു ഫറളാക്കിയിരിക്കുകയാണ്. എന്ത്? ബിഖദരില്ലദീ യസ്ഉ വഫുഖറാഇഹിം വലം യജ്ഹദുൽ ഫുഖറാ ഇദാ ജാഉ വഅറു ഇലാ ബിമാ യുഗീഉ അഗ്നിയാഇഹിം. ഇവിടെയുള്ള ദരിദ്രർക്ക് ആവശ്യമായത്, അവരുടെ പുരോഗതിക്ക് ആവശ്യമായത് നൽകുക എന്നുള്ളത്. എന്നിട്ട് റസൂൽ പറയുകയാണ്, ധനികരായ മുസ്ലിങ്ങളുടെ നിരുത്തരവാദിത്വം കൊണ്ടല്ലാതെ ഇവിടെ മുസ്ലിം ദരിദ്രന്മാരെ സൃഷ്ടിക്കുകയില്ല. നമ്മുടെ കൂട്ടത്തിലില്ലേ ഇവിടെ മുസ്ലിം ദരിദ്രന്മാർ? ആരാണ് അതിന് ഉത്തരവാദിത്വം? ഞാനും നിങ്ങളുമല്ലേ? നമ്മുടെ മനസ്സാക്ഷിയോട് നമ്മൾ ഉത്തരം തേടും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്, അലാ വ ഇന്നല്ലാഹ യുഹാസിബുഹും ഹിസാബൻ ശദീദാ. ഈ ഒരു നിരുത്തരവാദിത്വത്തിന്റെ പേരിൽ അതികഠിനമായ വിചാരണ മുസ്ലിം സമൂഹമേ നമ്മൾ നേരിടേണ്ടി വരും എന്നല്ല, വയുഅദ്ദിബുഹും അദാബൻ അലീമാ, വളരെ വേദനാജനകമായ ശിക്ഷ നമ്മൾ നേരിടേണ്ടി വരും. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് സക്കാത്ത് ബൈത്തുൽ മാലിലേക്ക് നൽകുകയില്ല എന്ന് സംഘടിത സക്കാത്ത് സംവിധാനത്തെ നിഷേധിച്ചതിനെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞ സന്ദർഭത്തിൽ ചോദിക്കുന്നുണ്ടല്ലോ അന്നത്തെ അനുചരന്മാർ, സഹാബിമാർ, ഫകൈഫ തുഖാതിലുഹും വഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞവരോട്, മുസ്ലിങ്ങളോട് തന്നെ നമ്മൾ യുദ്ധം ചെയ്യുകയോ? അപ്പോഴാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നത്, നമസ്കാരത്തിനും സക്കാത്തിനും ഇടയിൽ വേർതിരിവ് കൽപ്പിക്കുന്നവർക്കെതിരെ ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും. വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله. നമ്മളിങ്ങനെ സ്വർണ്ണവും വെള്ളിയും സമ്പത്ത് കൊന്നുകൂടി വെച്ചിട്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാത്തവരുണ്ടല്ലോ, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, വേദനാജനകമായ ശിക്ഷ അവർക്ക് മുന്നറിയിപ്പ് നൽകുകയാണ് വിശുദ്ധ ഖുർആൻ. യൗമ യഹ്മാ അലൈഹിം ഫീ നാരി ജഹന്നമ ഫതഖുവാ ബിമാ ജിബാബുഹും വജുനൂബുഹും വദുഹൂറുഹും ഹാദാ മാ കനസ്തും ലിഅൻഫുസിഹിം ഫദൂഖൂ മാ കുൻതും തക്നിസൂൻ. ചൂട് വെക്കുന്നതാണ് ആ വിഭവങ്ങൾ, ആ നിക്ഷേപങ്ങൾ. നമ്മുടെ നിക്ഷേപങ്ങൾ വെച്ച് നമ്മുടെ മുൻപിലും നമ്മുടെ പുറകിലും നമ്മുടെ മുതുകിലും നമ്മുടെ നെഞ്ചിലുമൊക്കെ ചൂട് വെക്കുമെന്നാണ് നാളെ അള്ളാഹു വിചാരണ വേളയിൽ. നമ്മുടെ മിനിമം സാമ്പത്തിക ബാധ്യതയുടെ വിഷയത്തിലാണല്ലോ ഇത്ര കടുത്ത വർത്തമാനം പറയുന്നത്. ഒരു മുസ്ലിമിന്റെ മിനിമം സാമ്പത്തിക ബാധ്യത ഏതാ? നിങ്ങളൊന്ന് പറഞ്ഞു. ഒരു മുസ്ലിമിന്റെ മിനിമം സാമ്പത്തിക ബാധ്യത സക്കാത്താണ്. ബാക്കി കൊടുക്കുന്നതൊക്കെ അതിനപ്പുറത്തുള്ളതാണ്. മനസ്സിലായോ നിങ്ങൾ? നമ്മൾ സക്കാത്ത് മാത്രം കൊടുക്കൂല. ആര് വന്നാലും 10, 20, 50 റുപ്യൊക്കെ വെച്ച് സദക്ക കൊടുത്തുകൊണ്ടുവരും. സദക്ക കൊടുക്കൽ നിർബന്ധമല്ല. അത് അള്ളാഹു നിർബന്ധമല്ലാത്ത ഒരു സൽക്കർമ്മത്തിന് അള്ളാഹു ഒരുപാട് പ്രതിഫലം നൽകുന്നു. അതാണ് സദക്ക. ഇതിന്റെ നേരെ എതിർവശം ഏതാ? നിർബന്ധമായ സക്കാത്ത് കൊടുക്കാത്തവന് നിർബന്ധമല്ലാത്ത സദക്ക കൊടുക്കുമ്പോ അള്ളാഹു ഒരുപാട് പുണ്യം പ്രതിഫലം നമുക്ക് നൽകുമോ?
നിർബന്ധമായ സക്കാത്ത് കൊടുക്കാത്തവന് യുഅദ്ദിബുഹു അദാബൻ ശദീദാ, അവരെ അല്ലാഹു അതികഠിനമായി ശിക്ഷിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മാ നഖസ മാലുൻ മിൻ സദഖത്തിൻ വമാ സാദല്ലാഹു അബ്ദൻ ബിഗഫ്റിൻ ഇല്ലാ അസ്സ. നിങ്ങൾ ഈ പാവങ്ങളായ ആളുകൾക്ക് ഇങ്ങനെ ഔദാര്യങ്ങൾ ചെയ്യുക വഴി നിങ്ങളുടെ സമ്പത്ത് അധികരിക്കുകയല്ലാതെ ഈ സദഖയിൽ നിന്ന് നിങ്ങളുടെ സമ്പത്ത് കുറഞ്ഞു പോവുകയില്ലാട്ടോ. റസൂൽ വീണ്ടും തുടർന്നു, യംഹഖുല്ലാഹു റിബ, അല്ലാഹു നിരോധിച്ചു, അല്ലാഹു വേണ്ട എന്ന് പറഞ്ഞു. നമ്മിൽ നിന്ന് തെറ്റായ സാമ്പത്തിക സമ്പാദനങ്ങൾ, പലിശ, അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മുടെ സാമ്പത്തിക വിഷയത്തിലെ അധർമ്മങ്ങൾ എല്ലാം അല്ലാഹു തുടച്ചു മാറ്റിന. നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നമ്മുടെ സാമ്പത്തികമായ വരുമാന മേഖലകളുടെ ഇസ്ലാമിയത്ത്, അതിന്റെ തൗഹീദ്, അതിന്റെ ശിർക്കിനെ വേർതിരിക്കാൻ? അതേസമയം സദഖയെ അല്ലാഹു വളർത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. വല്ലാഹു യുഹിബ്ബു കുല്ല കഫാരിൻ അസീം, ഒരൊറ്റ നന്ദി കെട്ടവനെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഞാനിവിടെ നിർത്തുകയാണ്. നമ്മളൊരു പുനഃപരിശോധന ഈ വിഷയത്തിൽ നടത്തണം. നമ്മുടെ അറിയപ്പെട്ട ഒരു സാമ്പത്തിക വിദഗ്ധനുണ്ടല്ലോ, CP ജോൺ. അദ്ദേഹത്തിന്റെ ഒരു സർവേ ഉണ്ട്, നിങ്ങളുടെയൊക്കെ ചിലരുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. അദ്ദേഹം പറയുന്നുണ്ട്, മുസ്ലിം സമുദായത്തിന്റെ, ഈ കേരളത്തിലുള്ള മുസ്ലിം സമുദായത്തിന്റെ കച്ചവട ഉൽപ്പന്നങ്ങൾ, കച്ചവടക്കാരായ വ്യാപാരികളുടെ ഉൽപ്പന്നങ്ങളുടെ സക്കാത്ത്, സ്വർണം പറഞ്ഞിട്ടില്ല, വെള്ളി പറഞ്ഞിട്ടില്ല, നമ്മുടെ വാടക ഇനം പറഞ്ഞിട്ടില്ല, നമ്മുടെ ശമ്പളം പറഞ്ഞിട്ടില്ല, നമ്മുടെ നാണ്യവിളകൾ പറഞ്ഞിട്ടില്ല. കച്ചവട ഉൽപ്പന്നത്തിന്റെ മാത്രം സക്കാത്ത് കേരളത്തിൽ കണക്കാക്കിയാൽ 5000 കോടി വരുന്ന പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ബാക്കിയുള്ളതും കൂടെ ഒന്ന് കണക്കാക്കിയാലോ? ഇവിടുത്തെ സക്കാത്ത് കമ്മിറ്റിക്കാർ എല്ലാവരും കൂടെ പിരിച്ചിട്ടുള്ള എത്രയാണ് കിട്ടുന്നത്? 30 കോടിയിൽ താഴെയാണ് കിട്ടുന്നത്. 40,000 കോടി ആസ്തിയുള്ള ഒരു മുസ്ലിം കച്ചവടക്കാരൻ കേരളീയനല്ലേ? ഈ 40,000 കോടി ആസ്തി വെച്ചിട്ട് അദ്ദേഹത്തിന്റെ ഒരു വർഷത്തെ സക്കാത്ത് എത്ര വരും? 1250 കോടി വരുന്ന അദ്ദേഹത്തിന്റെ മാത്രം. ഈ ഒരു അർത്ഥത്തിൽ സക്കാത്ത് ഇങ്ങോട്ട് വരുന്നുണ്ടോ? നമ്മളിപ്പം എന്റെ മുമ്പിലിരിക്കുന്നവർ പലരും വിദേശത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവരും കച്ചവടത്തിലൊക്കെ പോകുന്നവരാണല്ലോ. അവിടെയൊക്കെ വലിയ വലിയ ബിസിനസ് ഒക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കോഷൻ ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. 500 കോടി കോഷൻ ഡെപ്പോസിറ്റ് UAE മാത്രം ഡെപ്പോസിറ്റ് ചെയ്ത 50-ലേറെ ആളുകളുണ്ട് എന്നുള്ളതാണ്. മലയാളികൾ ചുരുങ്ങിയ കണക്കുകളാണ് കേട്ടോ, ഓരോരുത്തരിങ്ങനെ പുറത്തു കൊടുക്കുന്നതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കേരളത്തിലെ മുസ്ലിങ്ങളുടെ മാത്രമല്ല, ഒരുപക്ഷെ കേരളത്തിലുള്ള നാനാജാതി മുഴുവൻ ആളുകളുടെയും ദാരിദ്ര്യം മാറ്റിയിട്ട് ബാക്കി കാശ് വേണമെങ്കിൽ നമുക്ക് പുറത്തേക്ക് കൊടുക്കാനുണ്ടാവും. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു, നമ്മൾ അല്ലാഹുവോടുള്ള വാക്ക് നമ്മൾ പാലിക്കണം. നമ്മളൊക്കെ പ്രാർത്ഥിച്ച് നേടിയ അല്ലാഹുവിന്റെ ഔദാര്യം, ആ ഔദാര്യത്തിന്റെ ഉടമസ്ഥൻ അല്ലാഹുവാണ്. അല്ലാഹുവാണ് നമുക്ക് സമ്പത്ത് തന്നത്, അത് വേണ്ടാന്ന് വെക്കുന്നവനും അല്ലാഹു തന്നെയാണ്. ഈ ഒരു കരുതിവെപ്പ് നമുക്ക് ഉണ്ടാക്കുവാൻ കഴിയണം. അല്ലാഹുവോടുള്ള വാക്കിൽ നമുക്ക് വഞ്ചന പാടില്ല. അതുകൊണ്ട് ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹ്ഹിറുഹും വതുസക്കീഹിം ബിഹാ, ആ സമ്പത്ത് കൊണ്ട് നമ്മെ ശുദ്ധീകരിക്കാൻ ഇവിടെയുള്ള നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ഉൾപ്പെടെ
അവിടെ ആരൊക്കെയാണോ സക്കാത്തിന്റെ അവകാശികൾ അവർക്ക് ആ സക്കാത്ത് നൽകിക്കൊണ്ട് അവരെ വളർത്തുവാൻ നമുക്ക് കഴിയണം. അവരങ്ങനെ വളരുന്നില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അല്ല, ഉത്തരവാദിത്തമില്ലായ്മ നമുക്കൊക്കെയാണ്. ഇതിന്റെ പേര് അല്ലാഹു ഇടപെടുമെന്ന, അല്ലാഹു അതികഠിനമായി വിചാരണ ചെയ്തുകൊണ്ട് ശിക്ഷിക്കുമെന്ന പ്രവാചക താക്കീത് ഖുർആനിക പാഠം തുടർന്നുള്ള ജീവിതത്തിൽ നമുക്ക് ഒരു കരുതിവെപ്പാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.